പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. സൂറത്തു അൽ ഇൻഫിത്താറിലെ ഓരോ വചനങ്ങളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ഫി അയ്യി സൂറത്തിൻ മാഷ റക്കബക്ക എന്നുള്ളതാണ്. ആ വചനമാണ് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത്. അതിൻ്റെ വൈജ്ഞാനികമായ, അതിൻ്റെ ആന്തരികമായ തലം വിശദീകരിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. അതിലൊന്ന്, ഒരു സഹോദരന്റെ പ്രതികരണമാണ് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചത്. നമ്മൾ ഇങ്ങനെ ക്ലാസ് ഒഴിവിനനുസരിച്ചിട്ട് അങ്ങനെ എടുക്കുന്നു, അങ്ങനെ എടുത്തു പോകാലോ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് മാഷ് നമ്മളൊരു സഹോദരൻ 10 മിനിറ്റ് ക്ലാസ്സുകളിൽ ഒതുക്കുകയാണ് നല്ലത് എന്നുള്ളത് സൂചിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ ഒന്ന് രണ്ട് പ്രതികരണങ്ങൾ വന്നത്. കഴിയുന്നത്ര എത്ര ദീർഘിപ്പിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളത്. മറ്റൊരു പ്രതികരണമാണ്, മാഷ് ഇതിന്റെ പൂർണ്ണമായ മുസ്ഹഫിന്റെ പൂർണ്ണമായൊരു വിശദീകരണം പറഞ്ഞു കഴിയണം, കാരണം ആയിക്കൊണ്ടിരിക്കുകയാണ് മാഷിക്ക്. സംഗതി ശരിയാണ്, 61 വയസ്സായി. എത്ര കാലം ഇത് പറയാൻ ആരോഗ്യം അനുവദിക്കും എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അതിൽ നിന്ന് എനിക്കുണ്ടായ ഒരു ചിന്തയാണ്, പരമാവധി ക്ലാസ്സുകൾ ഇവിടുന്ന് അങ്ങോട്ട് ഇടാൻ ഒഴിവ് കണ്ടെത്തി ക്ലാസ്സുകൾ ഇടുക എന്നുള്ളത്. കേൾക്കേണ്ട ആളുകൾ കേൾക്കട്ടെ, അല്ലാത്ത ആളുകൾ ഒഴിവ് പോലെ കേൾക്കട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, മാക്സിമം ഈ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ എൻ്റെ സഹോദരങ്ങൾ സഹായിക്കണം എന്നാണ് മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു സഹോദരന്റെ പ്രതികരണം, ഈ ലിസാനുൽ അറബ് എന്നുള്ളത് ഇത് അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഓരോ അക്ഷരങ്ങൾ അനുസരിച്ച് അതിന്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും അതിന്റെ ആശയങ്ങളും കിട്ടാൻ എവിടുന്ന് പരിശോധിച്ചിട്ടും പരതിയിട്ടും കിട്ടാനില്ല. അത് മാഷ് ഒരു ക്ലാസ് ആയിട്ട് ഞങ്ങൾക്ക് തരികയാണെങ്കിൽ, ഞാൻ പറഞ്ഞൊരു 10-30 ആളുകളെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കണ്ട് ക്ലാസ്സുകൾ എടുക്കാം. അതിന് പറ്റിയ ആളുകൾ വേണം, കാരണം അത്രയും ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും കഴിവുള്ള ആളുകളായിരിക്കണം ലിസാനുൽ അറബിന്റെ ഭാഷാ ക്ലാസ്സുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എന്നൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചും ഒന്ന് ആലോചിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആലോചനയിലുണ്ട്. അത് ഒന്ന് പ്രാവർത്തികമാക്കി തീർക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പൊ ഞാൻ. ആ കാര്യങ്ങളാണ് എൻ്റെ സഹോദരങ്ങളോട് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി ഫി അയ്യി സൂറത്തിൻ മാഷ റക്കബക്ക എന്നുള്ള ഈ വചനാണ് ഇനി വിശദീകരിക്കാനുള്ളത്. ചെറിയ വചനാണ്, കുറച്ച് സമയം കൊണ്ട് തീർക്കാൻ പറ്റും. അപ്പോ ഒരു ഇൻസാനിനെ, അലിഫ് നൂന് സീന് നൂന്, ഇൻസാനിനെ റബ്ബാണ് ഹൽക്ക് ചെയ്യുന്നത് എന്നും തസ്വിയത്ത് ചെയ്യുന്നത് എന്നും, അതുപോലെ തന്നെ തഅദീൽ നമ്മൾ പറഞ്ഞത് അതിൽ നീതി എന്നുള്ള അർത്ഥത്തിനല്ല, നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറാനുള്ള മനുഷ്യന്റെ കഴിവാണ്. അത്തരം ഒരു കഴിവും മനുഷ്യനിൽ നിക്ഷേപിക്കുന്നുണ്ട്, നൽകുന്നുണ്ട് എന്നാണ് അവിടെ നമ്മൾ സൂചിപ്പിച്ചത്. അതിൽ തഅദീലാണ് എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചു. അള്ളാഹു നീതിമാനല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇന്നല്ലാഹ ആദിലുൻ എന്നുള്ളൊരു വിശേഷണം അള്ളാഹുവിന് അള്ളാഹു നീതിമാൻ എന്നുള്ള ഒരു വിശേഷണം ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. രണ്ടാമത് അദില് എന്നുള്ള വാക്ക് ഖുർആനും മുസ്ഹഫ് ഉപയോഗിച്ചതൊക്കെ അദല യഅദിലു തഅദീൽ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള നമ്മുടെ അവസ്ഥയെ ചേഞ്ച് ചെയ്ത് അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് നമുക്ക് പോകാനുള്ള, ഒരു പുതിയ അവസ്ഥയിലേക്ക് നമുക്ക് പോകാനുള്ള നമ്മുടെ ഉള്ളിലെ കഴിവാണത് എന്നുള്ളത് നമ്മൾ സൂചിപ്പിക്കേണ്ടത്. ഇനി ആ ഹൽക്കും തസ്വിയത്തും തഅദീലും നടത്തിയിട്ട് ഫി അയ്യി സൂറത്തിൻ മാഷ റക്കബക്ക എന്നുള്ളതാണ്. സൂറത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ
സൂറത്ത് നിന്നാണ് സുവർ, ഇമേജ് എന്നൊക്കെ പറയില്ല നമ്മൾ. അപ്പോ അള്ളാഹു അല്ല, റബ്ബിന്റെ മഷീഅത്ത് അതിനനുസരിച്ച് നിങ്ങളെ ഏറ്റവും താഴ്ന്ന പടിയിൽ നിന്ന് ഏറ്റവും ഉയർന്ന പടിയിലേക്ക് നിങ്ങളെ റുക്കൂബാക്കുന്നു, നിങ്ങളെ കയറ്റി വിടുന്നു എന്നുള്ളതാണ് വിജ്ഞാനത്തിന്റെ അറിവിന്റെ മേഖലകളിലൂടെ. അത് അവന്റെ മഷീഅത്ത് അനുസരിച്ച്, നമ്മളുടെ ഉള്ളിലെ റബ്ബിന്റെ മഷീഅത്ത് എത്രയുണ്ട് അതിനനുസരിച്ച്. അതാണ് ഫി അയ്യി സൂറത്തി മാ ഷാ റക്കബക്ക എന്ന് പറയുന്നത്. ഞാൻ ഈ ഇതിൽ ടൈറ്റില് സൂറത്ത് കാഹളമോ എന്നുള്ളത് സൂചിപ്പിക്കാനുള്ള കാരണം, ശരിക്ക് സീനുണ്ടല്ലോ, സീന് സൂറത്തിൽ നിന്നും സൂറത്തിലേക്കുള്ള യാത്രയാണ് മനുഷ്യന്റെ സത്യത്തില്. സൂറത്ത് സാറ യസീറു, സൂറത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മസാറാണ്, വിജ്ഞാനത്തിന്റെ, അതിന്റെ ഇസ്രാ ആണ്, നമ്മുടെ വിജ്ഞാനത്തിന്റെ മേഖലകളിലൂടെ നമ്മളുടെ സഞ്ചാരമാണ് സത്യത്തിൽ സൂറത്ത് എന്ന് പറയുന്നത്. അതൊരു മേഖലയിലെ സഞ്ചാരം പൂർത്തിയാക്കുകയാണ് ഒരധ്യായം. അതുകൊണ്ടാണ് അതിന് ഖുർആനിലെ സൂറത്ത് എന്ന് പേര് വരാനുള്ള കാരണം. അധ്യായം എന്നല്ല അതിന്റെ അർത്ഥം. സൂറത്തിന് ഒരിക്കലും അധ്യായം എന്ന അർത്ഥം ഇല്ല. സൂറത്ത്, ഇനി അധ്യായം എന്നുള്ളതിന് മലയാളത്തിൽ എന്താ അർത്ഥം എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ശരിക്കും സൂറത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സാറ യസീറു, സൈർ, അതിൽ നിന്നാണ് സൂറത്ത്, ഇസ്രാ, അസാവിർ ഒക്കെ ഉണ്ടാകുന്നത്, മസാർ ഒക്കെ ഉണ്ടാകുന്നത് എന്നാണ്. നമ്മുടെ സഞ്ചാരാണത്, നമ്മുടെ യാത്രയാണത്, വിജ്ഞാനത്തിലൂടെയുള്ള മനുഷ്യന്റെ ബോധതലത്തിന്റെ യാത്രയാണത്. ആ യാത്ര ചെയ്തിട്ട് പിന്നെ ആ സീന് സ്വാദാകുകയാണ്, സൂറത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഈ അന്ത്യനാളില് വനുഫിഖ ഫിസ്സൂരി, കാഹളത്തിൽ ഊതപ്പെടും എന്ന് പറയുന്ന ഒരു വിശദീകരണം ഉണ്ട്. അപ്പോഴാണ് നമ്മൾ ശ്മശാനങ്ങളിൽ നിന്നൊക്കെ എണീറ്റ് ഓടി റബ്ബിലേക്ക് പോകുകയെന്ന്. വനുഫിഖ ഫിസ്സൂരി ഫൈദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അന്ത്യനാള് സംഭവിക്കുന്ന സമയത്തുണ്ടാകുന്നതാണ് ഒരു കാഹളം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു ലൗഡ് സ്പീക്കറിന്റെ ഒരു ധാരണയായിരുന്നു എന്റെയൊക്കെ മനസ്സിൽ കുട്ടിക്കാലത്ത്. അതില് ഇങ്ങനെ ഒരു മലക്ക് ഇങ്ങനെ നിന്നിട്ട് ഭയങ്കരമായ ഊത്ത്. അപ്പോ ശ്മശാനങ്ങളിലൊക്കെ കിടക്കുന്ന എല്ലാ ആളുകളും അവിടെ നിന്ന് എണീറ്റ് റബ്ബിന്റെ അടുത്തേക്ക് ഓടുന്ന ഒരു കാഴ്ചയാണ് എൻ്റെ കുട്ടിക്കാലത്ത് ആ വചനത്തിന്റെ ഒരു ദൃശ്യം എൻ്റെ മനസ്സിൽ ആവിഷ്കരിക്കപ്പെട്ടിരുന്നത്. സത്യത്തില് സൂറത്ത് എന്ന് പറയുന്നത് നമ്മുടെ റാക്കിറത്തുൽ വുജൂദുൽ മുളിമിറത്ത്, നമ്മുടെ ഉള്ളില് മുളിമിറായി കിടക്കുന്ന മെമ്മറിയാണ്. ഈ യുൻഫഹു എന്ന് പറയുന്നതൊക്കെ, ഊത്ത് എന്ന് പറയുന്നതൊക്കെ നമ്മൾ ഈ വായു ഊതി നടക്കലല്ല. കാരണം നമ്മുടെ പൊള്ളയായ ഗ്രഹിക്കാൻ കാര്യങ്ങള് ഇദ്റാക്ക് ഗ്രഹിക്കാനുള്ള ആ കഴിവ് തെജ്വീഫായിട്ട് പൊള്ളയായി കിടക്കുമ്പോൾ അതിലേക്കാണ് ഈ ബോധതലം ഊതപ്പെടുന്നത്. അവന്റെ ബോധമണ്ഡലം ഊതപ്പെട്ട് ഉണർത്തുകയാണ്. അത് ഇപ്പൊ തെജ്വീഫായിട്ട് കിടക്കുകയാണ് ആ ഗ്രഹണശേഷി ആ ബോധതലത്തില്. അത് ഏതൊന്നും നമ്മൾ ഊതുമ്പോ അങ്ങനെ തന്നെയാണല്ലോ. ഒരു തീക്കനൽ ഊതുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? അത് കത്തിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ സഹോദരങ്ങൾ, ഒരു ബലൂൺ നമ്മൾ ഊതി നടുമ്പോൾ അത് ഇംലാ ഉൽ ഫറാഖാണ്, അതിലെ ഒഴിഞ്ഞ ഭാഗങ്ങൾ നിറക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഏതൊന്നും ഊതുക എന്ന് പറയുമ്പോ അതില് ചലനമില്ലാത്ത ഒന്നിനെ ചലനാത്മകമാക്കുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. ബലൂണാണെങ്കിലും ഒരു തീക്കനലാണെങ്കിലും ഒരു തീയാണെങ്കിലും മറ്റ് ഏതൊന്നിനെയാണെങ്കിലും നമ്മൾ ഊതുക എന്ന് പറയുമ്പോൾ അതിനെ ചലനാത്മകമാക്കുകയാണ് ചെയ്യണത്. നമ്മൾ നിശ്ചലമാണെന്ന് വിചാരിച്ച ഒന്നിനെ തഹരീക്ക്, ചലനാത്മകമാക്കുകയാണ് ചെയ്യണത്. അതാണ് തഹരീക്കുൻ ലമാ ലന്ന അന്നഹു സാക്കിനുൻ എന്ന്. അതാണ് നഫ്ഖിന് അർത്ഥം എഴുതിയിരിക്കുന്നത്. നമ്മൾ സാക്കിനാണ്, സുക്കൂനാണ് എന്ന് വിചാരിക്കുന്ന ഒരു വസ്തുവിനെ തഹരീക്ക്, ചലനാത്മകമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഊത്ത് നടത്തുന്നത്. അപ്പൊ ഈ അതേതാണ് സൂറ്. ഫി അയ്യി സൂറത്തിൻ എന്ന് പറയുന്ന ആ സൂറത്ത് എന്നുള്ളതിന്റെ സുവർ എന്നുള്ള ആ താഴ് കളഞ്ഞിട്ട് സുവർ എന്നുള്ളത് മാത്രമാണ്.
അത് വലിയ ഭീമാകാരമായ ഒരു കാഹളം എന്നുള്ളത് എങ്ങനെ ലഭിച്ചു എന്ന് എനിക്കറിയില്ല. അത് മനുഷ്യന്റെ ഉള്ളിലെ മെമ്മറി അത് ഇപ്പോ പ്രവർത്തനരഹിതമായിട്ട് കിടക്കുമ്പോഴാണ് അതിലേക്ക് ഊതുമ്പോഴാണ് അത് ഏറ്റവും നല്ല ഒരു പിന്നെ രൂപമായിട്ട് അപ്പൊ മനുഷ്യത്വം അവിടെ, ഇവന്റെ മനുഷ്യൻ എന്ന് പറയുന്ന അത് അവിടെ നിശ്ചലമായി കിടക്കാണ്. അവന്റെ ഉള്ളിലുണ്ട് മനുഷ്യത്വം, അവന്റെ ഉള്ളിലുണ്ട് മാനവികത, അവന്റെ ഉള്ളിലുണ്ട് കരുണ, അവന്റെ ഉള്ളിലുണ്ട് സ്നേഹം, അവന്റെ ഉള്ളിലുണ്ട് ദയ. ഇങ്ങനെ മനുഷ്യൻ എന്ന് പറയുന്ന ഗുണങ്ങളൊക്കെ അവന്റെ ഉള്ളിൽ സാക്കിനായി കിടക്കാണ്. അതിലേക്കാണ് ഈ ഊത്ത് നടക്കുന്നത്. അപ്പോഴാണ് അവന്റെ മർക്കതിൽ നിന്ന് എണീറ്റ് അവൻ തന്റെ റബ്ബിലേക്ക് പോകുന്നത്. ആ റബ്ബാണ്, ആ റബ്ബിന്റെ മശീഅത്തനുസരിച്ച് ഏറ്റവും ഉന്നതമായ ഒരു തലത്തിലേക്ക് അവന് തെർക്കീബ്, റുക്കൂബ്. തെർക്കീബ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിവിധ ഒരു വസ്തുവിന്റെ ഒരുപാട് പാർട്സുകൾ പരസ്പരം യോജിപ്പിച്ച് ഒരു മനുഷ്യനാക്കി മനുഷ്യരൂപ കോലുണ്ടാക്കുക എന്നുള്ള ബാഹ്യാർത്ഥം അതല്ല, ആ ബാഹ്യാർത്ഥത്തിനല്ല, മറിച്ച് അവന് റുക്കൂബാണ്. ഖുർആനിൽ എവിടെയൊക്കെ റക്കിബ, റുക്കൂബ്, തെർക്കബുന്ന തബക്കൻ അൻ തബക്ക് എന്നൊക്കെ പറയുന്ന എവിടെയൊക്കെ ഖുർആനിൽ റുക്കൂബ് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ വിജ്ഞാനത്തിലൂടെ ഉള്ള യാത്രയാണ് പറയുന്നത്. അതിനെ നിങ്ങൾക്കത് പരിശോധിച്ച ഒരുപാട് സ്ഥലങ്ങളിൽ റുക്കൂബ് ഇതിന്റെ വ്യത്യസ്ത പ്രയോഗങ്ങൾ കണ്ടെത്താൻ കഴിയും. ഇപ്പൊ സൂറത്ത് അൽ ബഖറയിൽ തന്നെ ഹാഫിളു അലസ്സലാത്തി വസ്സലാത്തിൽ ഉസ്ത എന്ന് പറഞ്ഞിട്ട് വൈൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാൻ എന്നാണ്. അവിടെ നിസ്കരിക്കാനാണ്, ബാഹ്യമായ ഈ ശാരീരിക പ്രകടനത്തോടുകൂടിയുള്ള നിസ്കാരമാണ് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയത്. പക്ഷെ അതല്ല സംസാരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഹിഫ്തും ആണെങ്കിൽ ഫരിജാലൻ എന്ന് പറഞ്ഞാൽ നടന്നിട്ടും ആ റുക്ബാനൻ അല്ലെങ്കിൽ വാഹനത്തിൽ കയറിയിട്ടും എന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കിയത്. സത്യത്തിൽ റിജാൽ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ സ്പഷ്ടമായി വ്യക്തമായ റൂയത്തിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടും, അതുപോലെ തന്നെ റിജാലൻ റുക്ബാൻ എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിലൂടെ യാത്ര പടിപടിയായി ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടും എന്നാണ്. അത് പിന്നെ വിശദീകരിക്കാം. അപ്പോൾ അവിടെ റുക്ബാനൻ എന്നുള്ളത് മാത്രം ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ റക്കിബ, തെർക്കീബ്, റക്കബ തെർക്കബുന്ന എന്നൊക്കെ പറയുന്നതൊക്കെ ജ്ഞാനത്തിന്റെ പടവുകളിലൂടെ പോകലാണത്. അപ്പോ ഏറ്റവും ഉന്നതമായ ജ്ഞാനത്തിന്റെ പടവുകളിലേക്ക് നിങ്ങളെ ഉയർത്തി കൊണ്ടുപോകാൻ അള്ളാഹു അല്ല അവിടെ റബ്ബ് അവന്റെ മശീഅത്തിനനുസരിച്ച് അവൻ നിങ്ങൾക്ക് പറ്റിയ രൂപം ഉണ്ടാക്കി തരുന്നു എന്നാണ്. അപ്പോ ആ മശീഅത്തിനനുസരിച്ചിട്ടാണ് നമ്മെ ബുഅദുൽ ആഇല, ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് തെർക്കീബാക്കുന്നത്, ആ രൂപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇതാണ് അവിടെ അർത്ഥം. അപ്പൊ സൂറത്ത് എന്നുള്ളത് കാഹളം, വലിയ ഒരു കാഹളത്തില് ലൗഡ് സ്പീക്കറിൽ ഭയങ്കരമായ ഒരു ഊതുമ്പോ ആ ശബ്ദം കേട്ട് എല്ലാവരും എണീറ്റ് വരുന്ന കാര്യമല്ല, മറിച്ച് അവന്റെ ഉള്ളിൽ മുളുമിറായി കിടക്കുന്ന ആ പിന്നെ സാക്കിനായി കിടക്കുന്ന, നിശ്ചലമായി കിടക്കുന്ന, മറഞ്ഞു കിടക്കുന്ന ആ ദാക്കിറത്തുണ്ടല്ലോ, മെമ്മറി ഉണ്ടല്ലോ, അതാണ് അവന്റെ സുവർ, അതിലേക്കാണ് ഈ ഊത്ത് നടക്കുന്നത്. നഫഹ എന്ന് പറയുന്നത് ഇംലാവുൽ ഫറാഖാണ് ഒന്ന്. അതായത് നമ്മളുടെ ഒഴിഞ്ഞ ഭാഗങ്ങൾ ഫില്ല് ചെയ്യാം. അപ്പോൾ അത് ചലനാത്മകമാകും. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനാണ് ബലൂണിൽ ഊതുക എന്ന് പറയുമ്പോൾ. അപ്പോഴാണ് ആ ബലൂണ് ചലനാത്മകമാകുന്നത്. അതുവരെ അത് നിശ്ചലമായി കിടക്കുകയാണ്. പിന്നെ നമ്മളൊന്ന് പറഞ്ഞു തീക്കട്ട, അതിൽ നമ്മൾ ചെറിയൊരു തീപ്പൊരി അതിലുണ്ടാവുക, അതിൽ ഊതുമ്പോൾ അത് കത്തി, അത് തെശ്രീയിൽ അത് ജ്വലിക്കുന്നു, അത് പ്രവർത്തിക്കുന്നു, ഇങ്ങനെ ഓരോന്നും. അതാണ് ഈ ഊത്ത് എന്ന് പറയുന്നത്. അല്ലാതെ അത് നമ്മുടെ ഉള്ളിലാണ് അത് നടക്കുന്നത് എന്നർത്ഥം. അല്ലാതെ
ഒരാൾ നിന്ന് ഒരു സ്പീക്കറിൽ ഇങ്ങനെ, ഒരു മലക്ക് നിന്ന് ഒരു സ്പീക്കറിൽ ഇങ്ങനെ പിന്നെ അത്യുന്നതമായ ഒരു സൗണ്ടില്, ശബ്ദത്തില് ഉറക്കെ ഊതുന്നതല്ല എന്നുള്ളത്. അതാണ് സൂറത്ത് എന്നുള്ളത്. അത് നമ്മൾ ഈ അധ്യായം എന്നുള്ളതിന്റെ അങ്ങനെ തന്നെ പറയാം. ഒരു സൂറത്തിന് സൂറത്ത് എന്ന് പറയും. ഒരുപാട് അധ്യായങ്ങളാകുമ്പോൾ അതും സൂർ എന്നാ പറയാം. അവിടെ സീനാണെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന പോലെ തന്നെ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ആവുമ്പോൾ സൂറത്ത് എന്ന് പറയും. അത് ഒരുപാടാവുമ്പോൾ സുവർ എന്ന് പറയും. അതാണ് സൂറത്തിൽ നിന്ന് സുവറുകളിലേക്ക്. അത് നമ്മുടെ ഒരു ഇമേജാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഇമേജുകൾ, ഫോട്ടോകൾ ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇങ്ങനെ ഊതുമ്പോഴാണ് അവൻ അവന്റെ റബ്ബിനെ തിരിച്ചറിയുന്നത്, അവന്റെ നാഥനെ അറിയുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് ആ റബ്ബിലേക്ക് അവന്റെ ആലസ്യത്തിൽ നിന്ന് എണീറ്റ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. ബാക്കി അടുത്ത ക്ലാസ്സിലൂടെ വിശദീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സലാം.